ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 23-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ ഡേറ്റ് ആണ്. ഇന്നാണ് കല്യാണം. എങ്ങനെയാണ് ഇവിടുത്തെ കല്യാണം, മെയിൻ കല്യാണം ഇന്നാണ് കേട്ടോ. അപ്പോൾ കാണിച്ചാൽ നിങ്ങൾക്ക് കല്യാണം എങ്ങനെ ഇവിടുത്തെ ഉണ്ടാവുക. ഇപ്പോൾ എൻഗേജ്മെൻറ്റും പിന്നെ കല്യാണം രണ്ടും കൂടി ഇന്നാണ് കേട്ടോ. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങൾ മാറ്റി നിൽക്കുക കേട്ടോ. ഞാനും പിന്നെ ഹസ്ബൻഡ് മക്കളൊക്കെ മാറ്റി പോവാൻ നിൽക്കുകയാണേ. നോ ഹായ് ബോൾദോ. അപ്പോ ഇവര് അച്ഛന്റെ പെങ്ങളാണേ. ഇതാണ് കേട്ടോ ഗസ്റ്റ് ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചരാ, ഇവിടുത്തെ ഡെക്കറേറ്റ് ഒക്കെ കാണിച്ചരാ. ഇവിടെയൊക്കെ ഫുഡിൻ്റെ കാണിച്ചരാ. ഫുഡൊക്കെ എങ്ങനെ ഇവിടെ ഒക്കെ വെജിറ്റേറിയൻ ആട്ടോ. അപ്പോൾ കാണിച്ചരാ നിങ്ങൾക്ക്. ഇതവിടെ പോപ്കോൺ ഉണ്ട്. പിന്നെ പോപ്കോൺ കാണാ. चलो फ्राई ചെയ്യുന്ന പപ്പട. ये क्या है? घी. अच्छा ഇത് നെയ്യാണ് കേട്ടോ. ചപ്പാത്തിയിൽ തേച്ചിട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇത് പൂരി. പിന്നെ ഇത് കണ്ടാ പൂരി തോന്നുന്നുട്ടോ, പക്ഷെ പൂരി അല്ല, ഇത് കച്ചോടിയാണ്. മറ്റേ പാലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിട്ട് ഉണ്ടാക്കല്. ഇത് കറിയാട്ടോ. ഇതെന്ത് കറിയാ? പനീർ കേക്കാ വെജ് കറിയാണ് കേട്ടോ ഇത്. ഇതിൽ ഗ്രീൻ പീസ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് കാബൂളി കടല കറിയാണ് കേട്ടോ. ഇത് പനീറും പിന്നെ ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ ഇത് ദാൽ തടക്ക, ദാൽ ഫ്രൈ വിചാരിച്ചോളി കേട്ടോ. അതൊക്കെയാണ്. ഇത് ഇതാട്ടോ, എന്താ പറയാ, ഇതിന്റെ ഉള്ളിൽ മസാല ഒക്കെ നിറച്ചിട്ടുണ്ടാക്കിയതാണ്. വഴുതനങ്ങയാണ് കേട്ടോ. ആണോ? ദോശൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ചട്നിയാണ്, തേങ്ങ ചമ്മന്തി. പിന്നെ ഇത് സാമ്പാർ. പിന്നെ ഇത് ദോശൻ്റെ ബാറ്റർ. ये क्या है? ये पाव भाजी के लिए ना. ഇത് പാവ് ഭാജിയാണ് കേട്ടോ. അതിൻ്റെ ഗ്രേവിയാണിത്. പിന്നെ പുറത്ത് ചലാണ് കേട്ടോ. ഇതൊക്കെ പക്കോടയാണ് ഇതെല്ലാം. चलो आओ. बोंडा आलू बोंडा है ना? टिक्की है. ചോദിച്ചാൽ ഇത് ടിക്കിയാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ഫുഡാണ്, സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ ഇത് പാനിപൂരി. അങ്ങനെ ഓരോന്നൊക്കെ പുറത്ത് കൈ കഴിക്കാനുള്ളത് അങ്ങനെയൊക്കെയാണ്. ഇനിയും ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ പേരൊന്നും അറിയാത്തതുകൊണ്ട് പറയാനും കഴിയാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ കുറേ ഫുഡൊക്കെ പറയാതെ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഏകദേശം അതൊക്കെ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനതിൽ ദോശ മാത്രം കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടുത്തെ കല്യാണത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവുക. നോൺ വെജ് ഇല്ലേന്ന് കേട്ടോ, ഒക്കെ വെജിറ്റേറിയൻ ആയിനി ഒക്കെ. പിന്നെ നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവും, ഉള്ളി വെളുത്തുള്ളി ഉണ്ടായിനോ ഫുഡിൽ. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാക്കിയോണ്ട് സംഭവം അവിടെ പുറത്താണല്ലോ കല്യാണം ഉണ്ടായിനെ. അപ്പോൾ അതുകൊണ്ട് ഉള്ളി വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഉള്ളി വെളുത്തുള്ളി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് സ്പെഷ്യൽ ഒരു കറി ഉണ്ടാക്കിയിരുന്നു പനീറിൻ്റെ. അതിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നുമില്ല ഇനി. അപ്പോൾ അങ്ങനെ ഉള്ളി വെളുത്തുള്ളി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്.
വീട്ടിലുണ്ടാക്കിയ മണ്ഡപമാണ് കേട്ടോ. കല്യാണം ഇവിടെ നിന്നാണല്ലോ, അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. എൻഗേജ്മെൻറ്റ്ക്ക് റെഡി ആയിട്ടോ. ഇനി എൻഗേജ്മെൻറ്റിന് റെഡി ആയപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗൗണ് കാണിച്ചു തന്നിരുന്നല്ലോ എൻഗേജ്മെൻറ്റ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ ഒരു മാറ്റി ഡിസൈഡ് ചെയ്ത് വേറെ എടുക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് അങ്ങനെ ആ ഗൗണ് റിട്ടേൺ കൊടുത്ത് പിന്നെ ഇതാണ് വാങ്ങിയത്. ഈ ഗൗണാണ് ഇനി എൻഗേജ്മെൻറ്റ്ക്ക് ഇട്ടത്. പിന്നെ ഈ കൊട്ടയിൽ കാണില്ലേ ഈ നല്ല എന്താണ് കളർഫുൾ പേപ്പർ കൊണ്ടൊക്കെ പൊതിഞ്ഞ് വെച്ചത്, അത് എന്താണ് അതിൽ ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സാണ്. ഒന്നിൽ ഫ്രൂട്ട്സ്, ഒന്നിൽ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഒന്നിൽ പലഹാരങ്ങൾ, അതൊക്കെയാണ് ആ കൊട്ടയിൽ നിറച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് മീൻസ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ അതിൽ. പിന്നെ ആ പെട്ടിയിൽ കാണുന്നതും അതിൽ ഒരുപാട് സാധനങ്ങളാണ്. വീട്ടിൽ നിന്ന് സാരി, മേക്കപ്പ് സാധനങ്ങളൊക്കെ അതൊക്കെ കൊടുത്തതാണ് ആ പെട്ടിയിൽ. അപ്പോൾ അതൊക്കെ അങ്ങോട്ടേക്ക് പോവാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കാനുള്ള സാധനങ്ങളാണ്. റിങ് കാണുന്നത് ഗോൾഡാണ് കേട്ടോ. ഇത് എൻഗേജ്മെൻറ്റ്ക്ക് ഉള്ളതാണ് കേട്ടോ റിങ്. പിന്നെ സാധാരണ ആണെങ്കിൽ കല്യാണമുള്ള സമയത്ത് കല്യാണം ഉണ്ടാവില്ലേ ഈ സിന്ദൂരം മംഗൾസൂത്രം കെട്ടുന്ന സമയത്ത് അന്നേരം റിങ് ഇടലും ഉണ്ട്. പക്ഷേ ഈ എൻഗേജ്മെൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് ഇടലുണ്ടാവില്ല. അങ്ങനെയാണ്. എൻഗേജ്മെൻറ്റ് കല്യാണം കുറേ ദിവസമാണ് കേട്ടോ ഇവിടെ ഉണ്ടാവല്. ഇപ്പോൾ 23-ാം തീയതി ആണല്ലോ കല്യാണം. അപ്പോൾ 23-ാം തീയതി തന്നെയാണ് എൻഗേജ്മെൻറ്റ്. പക്ഷേ കല്യാണത്തിൻ്റെ മുമ്പാണ് എൻഗേജ്മെൻറ്റ് ഉണ്ടാവുക. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 1-1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവല്. പിന്നെ എന്താ പറയുക, ഈ കല്യാണം അതൊക്കെ
ഇതൊക്കെ രാത്രി സമയത്താണ് കേട്ടോ ഇവിടെ ഉണ്ടാവല്. നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെ കേട്ടോ. ഇതൊക്കെ ഇത്ര എനിക്കറിയാം. പക്ഷേ എന്താണ് വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കല്യാണം രാത്രിയാണ് ഉണ്ടാവല് ഇവിടുത്തെ നോർത്ത് ഇന്ത്യത്തെ കല്യാണമൊക്കെ. അതേപോലെ തന്നെ ഈ ഉത്തർപ്രദേശിലും. അപ്പോൾ ഇപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സമയം ഏകദേശം 11 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട് രാത്രി. പിന്നെ കഴിയുമ്പോഴേക്ക് 12 മണിയൊക്കെ ആവും. പിന്നെ കല്യാണമൊക്കെ സ്റ്റാർട്ട് ആവണമെങ്കിൽ 12 മണി 1 മണി, ചിലപ്പോൾ 11:30 രാത്രി നേരത്തെ ആണെങ്കിൽ 11:30 മണി ആ സമയമൊക്കെ ആവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കല്യാണമൊക്കെ ഉണ്ടാവുക. പിന്നെ കല്യാണം തീരുമ്പോഴേക്ക് രാവിലെ 4 മണി 5 മണി 6 മണി 7 മണി അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അതാണ് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ കല്യാണം എന്താണ് നമ്മളവിടുത്തെ കല്യാണം രാവിലെ ആണല്ലോ ഉണ്ടാവല്. അതാണ് ഞാൻ സ്പെഷ്യലി ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടോ. എൻഗേജ്മെൻറ്റിൽ ഇത്രേ ഉള്ളൂ. റിങ് ഇടലാണ് മെയിൻ പരിപാടി. പിന്നെ ഇവിടുത്തെ ചടങ്ങ് അതൊന്നുമില്ല എൻഗേജ്മെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് അടുത്തത് എന്താ പരിപാടി എന്ന് വെച്ചാൽ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം എന്തായാലും പറയണം. പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ എന്താ പറയുക, എനിക്ക് ഈ സംഭവം അന്നേരം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അഭിപ്രായം എന്തായാലും പറയണം. ഇത് കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് എന്തായാലും കമൻറ്റിൽ ഫീഡ്ബാക്ക് തരണം. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.